എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൗനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൗനത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. ഈ റീഡിങ്ങിൽ കാർഡ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചാംസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളുടെ 2 പേരുടെയും എനർജി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യം, ശക്തമായിട്ട് ലഭിക്കുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മേ ബി ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണെ നിങ്ങളും സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, നിങ്ങളെ ആ പേഴ്സണും സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ ആ പേഴ്സണെ സ്വപ്നം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു പകൽക്കിനാവ് എന്നുള്ള, അതായത് പകൽക്കിനാവിൻ്റെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരിക്കാം ആഗ്രഹം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നായിരിക്കാം നിങ്ങൾ 2 പേരും ആഗ്രഹിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ 2 പേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ 2 പേരും ഒരു ആശയക്കുഴപ്പത്തിലാണ്. നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ എത്ര നാൾ ഇനിയും ആ പേഴ്സണെ കാത്തിരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കും അറിയില്ല, ആ പേഴ്സണും അറിയില്ല. അതായത് എത്ര നാൾ എടുക്കും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനെന്ന് ആ പേഴ്സണും അറിയില്ല. ഇനിയൊരു മാറ്റം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ സംഭവിക്കുമോ, അങ്ങനെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അതിന് എത്ര നാൾ എടുക്കും എന്നൊന്നും നിങ്ങൾക്ക് 2 പേർക്കും അറിയില്ല എന്നുള്ളതാണ്. എനിക്കിവിടെ ഒരു മെസ്സേജ് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു മെസ്സേജ് മാലാഖമാർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, അല്ലാതെ തന്നെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ 2 പേരും ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് 2 പേർക്കും സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം.
ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടായിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം സ്വപ്നം കാണുന്നത്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതായിട്ട് ആ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാൻ രണ്ടുപേരും എന്ന് പറയാൻ കാരണം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഇനി ഇത് കറണ്ട് എനർജി ആയിട്ട് എടുത്താലും ശരി, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിട്ട് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുൻപില്ലായിരുന്നെങ്കിൽ, ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപില്ലായിരുന്നെങ്കിൽ അത് ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും ഇപ്പോഴും ഒത്തിരി സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണ് നിങ്ങൾക്കും നിങ്ങളെ ആ പേഴ്സണും മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ മേ ബി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരായിരിക്കാം. മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കതിന് ഇഷ്ടമാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അത് നല്ലതാണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അതിനിയും തുടരുക, ഇനിയും മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്നിട്ടും ആ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് നോക്കാനായിട്ട് നമ്മൾ കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, ചാംസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നത്, അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങൾക്കും അറിയാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം അത്. ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് പഴയതുപോലെ സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത്, എത്രത്തോളമാണോ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നത്, അത്രത്തോളം ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമോ, നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കാരണം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ സ്നേഹം എത്രമാത്രമാണ്, നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം.
എങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസൊനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം, ഇത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്, അതിൻ്റെ 3 കാരണങ്ങൾ എന്താണ്, അതായത് ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ 3 കാരണങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. അതാണ് ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ആ പേഴ്സണ് എന്താണോ നിങ്ങളോട് പറയാനുള്ളത്, ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതെല്ലാം നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് അതിന് സാധിക്കുന്നില്ല. ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. മേ ബി ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ അത് കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുമ്പോൾ മേ ബി ആ പേഴ്സൺ വിഷമിക്കുമായിരിക്കാം. അങ്ങനെ ആ പേഴ്സൺ വിഷമിക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് വിഷമമാകും. അല്ലെങ്കിൽ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അത് ഒരു കാരണമാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിന്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ഇനി തുറന്നു പറഞ്ഞാലും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകും. അത് കാരണമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അത് ഒരു കാരണമാണ് എന്ന് പറയാം. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തൊക്കെ പറയണം, എങ്ങനെ നിങ്ങളെ പറഞ്ഞത് മനസ്സിലാക്കി തരണം, ഇനി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അത് കാരണമായിരിക്കാം ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാത്തത്. അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാം എന്ന് പറയാം. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ നിങ്ങൾ ആ പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. മേ ബി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ട് ഒരുപാട് നാളായതുകൊണ്ട്, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. ഇനി ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇനി സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇപ്പോൾ അത്രത്തോളം ഇഷ്ടമുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം സ്നേഹം നിങ്ങൾക്കിപ്പോൾ ആ പേഴ്സണോട് ഉണ്ടായിരിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിനി ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ആ പേഴ്സൺ അറിയില്ല. നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അതും ഒരു കാരണമാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിന്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, അതായത് ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് പറയാം. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ പേഴ്സണോട് വന്ന് സംസാരിച്ചേനെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആദ്യം നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത് എന്ന് പറയുമ്പോൾ ആ പേഴ്സണ് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടൊന്നുമല്ല,
ആ പേഴ്സണ് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടോ പിണക്കമുണ്ടായിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ കാത്തിരിക്കുകയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം, ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം. അതായത് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാനായി നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, ഇത് മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ 3 കാരണങ്ങൾ എന്താണ്, പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചാംസ് വെച്ചിട്ട് കൂടി നോക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാംസ് ഉപയോഗിച്ച് നോക്കാം. അതായത് ചാംസ് വെച്ചിട്ട് കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സണെ ഒന്ന് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൺ കുറച്ച് പൊസസീവായിട്ടുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവാണ് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരുപാടല്ല, കുറച്ച് പൊസസീവാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരുപാടല്ല, കുറച്ച്. അത് മേ ബി നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും കുറച്ച് പൊസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സണോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ രണ്ടുപേരും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. അതായത് അതിനെന്തോ തടസ്സമുള്ളതുപോലെ ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നോ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെന്തോ തടസ്സമുള്ളതായിട്ട് ആ പേഴ്സണ് തോന്നുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, സെൽഫ് ലവ് എന്താണ്, സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആ പേഴ്സണ് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ്. അതിനായിട്ട് ആ പേഴ്സൺ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സ്പിരിച്വൽ കണക്ഷൻ്റെ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും ലഭിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൺ അറിയാം നിങ്ങളോട് ആ പേഴ്സൺ സംസാരിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം. പക്ഷേ എങ്കിലും ആ പേഴ്സണ് ഇപ്പോഴും വിശ്വാസമുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും. എപ്പോഴും ഇങ്ങനെ
ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകില്ല, ഇതിലൊരു മാറ്റമുണ്ടാകും എന്ന്, അതായത് ഇതിലൊരു മാറ്റമുണ്ടാകുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്, എങ്കിൽ ഇതിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ആ പേഴ്സൺ നിങ്ങളോടിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ, ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാനോ ആ പേഴ്സണോട് സംസാരിക്കാനോ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ വ്യക്തി അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.